ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാശിവരാത്രിയാണ് വരാൻ പോകുന്നത്. മാർച്ച് 8-ാം തീയതി മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. മാർച്ച് 8-ാം തീയതി 1:20 വെളുപ്പിനെ രാവിലെ 1:20 AM മുതൽ മാർച്ച് 8-ാം തീയതി രാത്രി 9:58 വരെയാണ് കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തിഥി. മാർച്ച് 8-ാം തീയതി രാത്രി 9:58 മുതൽ മാർച്ച് 9-ാം തീയതി രാത്രി 6:18 വരെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. അപ്പോൾ നമുക്കറിയാം, കൃഷ്ണപക്ഷ ത്രയോദശി നമ്മൾ എന്തായിട്ടാണ് സാധാരണ ആഘോഷിക്കുന്നത്? പ്രദോഷമാണ് അല്ലേ? നമ്മളെപ്പോഴും ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രദോഷമാണ്. അപ്പോൾ പകൽ മുഴുവൻ എന്താണ്? പ്രദോഷത്തിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയാണ്. അതിനുശേഷം 9:58 മുതൽ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. ഈ ചതുർദശി രാത്രിയാണ് എന്തെന്ന് പറയുന്നത്? ശിവരാത്രി. അപ്പോൾ ഏറ്റവും വളരെ പ്രത്യേകതയുള്ള, വളരെ ഐശ്വര്യപ്രദമായ, മംഗളകരമായ ഒരു മഹാശിവരാത്രിയാണ് ഇത്തവണ നമുക്ക് കിട്ടുന്നത്. അതായത് പ്രദോഷത്തിൻ്റെയും ചതുർദശി തിഥിയുടെയും പൂർണ്ണമായ ഫലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു മഹാശിവരാത്രി. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇനി ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്? അപ്പോൾ നമ്മളെല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്നവരാണല്ലേ. അപ്പോൾ വിജയ ഏകാദശി വളരെ പ്രത്യേകതയുള്ള ഏകാദശിയാണ്. മാർച്ച് 7-ാം തീയതിയാണ് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഏകാദശി എടുക്കുന്നത്. അപ്പോൾ ശിവാലയ ഓട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മാർച്ച് 6-ാം തീയതി ഏകാദശി എടുത്തതിന് ശേഷം മാർച്ച് 7-ാം തീയതി ഉച്ചയ്ക്ക് 1:45 മുതൽ 4:09 വരെയുള്ള സമയത്ത് പാരണ വിടണം. അത് ആണ് ചെയ്യേണ്ടത്. ഇനി സാധാരണ നമ്മൾ വൈഷ്ണവ ഏകാദശി മാർച്ച് 7-ാം തീയതിയാണ് എടുക്കുന്നത്. അപ്പോൾ മാർച്ച് 7-ാം തീയതി നമ്മൾ ഏകാദശി എടുത്തതിന് ശേഷം മാർച്ച് 8-ാം തീയതി നമ്മൾ പാരണ വിടണം. പാരണ വിടേണ്ടുന്ന സമയം ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തരാം, എല്ലാ സ്ഥലങ്ങളിലെയും. ഇനി അമേരിക്ക, ഇംഗ്ലണ്ട് മുതലായ സ്ഥലങ്ങളിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു അവരുടെ സമയം. കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കേട്ടാൽ മതി. അതിനകത്ത് വിജയ ഏകാദശിയുടെ കഥയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ആ ഏകാദശി ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അത്രത്തോളം പ്രത്യേകതയുള്ള ഏകാദശിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർച്ച് 8-ാം തീയതി പിറ്റേ ദിവസം മഹാശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രി വ്രതവും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, പ്രദോഷവുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും കൂടി എടുക്കുന്നത്? അതായത് മാർച്ച് 7-ാം തീയതി നമ്മൾ ഏകാദശി എടുക്കുന്നു. മാർച്ച് 8-ാം തീയതി രാവിലെ പാരണ സമയത്ത്, ഞാൻ അടുത്ത വീഡിയോ ഇടാം, പാരണ സമയത്ത് നമ്മൾ കൃത്യമായി പാരണ വീടണം. അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പാരണ വീട്ടിയതിന് ശേഷം നമുക്ക് മഹാശിവരാത്രി വ്രതത്തിലേക്ക് കടക്കാം. പ്രദോഷമാണ്, പ്രദോഷ വ്രതത്തിലേക്കും കടക്കാം. പക്ഷെ പാരണ വീടിയതിന് ശേഷം മാത്രമേ നിങ്ങളൊക്കെ വ്രതത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം ഏകാദശി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ നമ്മൾ പാരണ വീടണം. പാരണ വീടിയില്ലെങ്കിൽ അത്യധികമായ ദോഷമാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് പാരണ വീടേണ്ടത്? പാരണ വീടുന്നതിന് നമുക്ക് രാവിലെ വിളക്ക് കത്തിച്ച് നമ്മൾ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് വലിയ ഉത്തമമാണ്. മഹാലക്ഷ്മിക്ക് വേണ്ടി വലിയ ശ്രേയസ്കരമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതായത് ശ്രീഹരി വിഷ്ണുവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് നന്നായി ഏകാദശി വ്രതം എടുത്തതിന് ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇനിയുള്ള ഏകാദശികളും കൃത്യമായൊക്കെ എടുക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞ് നമ്മൾ നമസ്കരിക്കണം. അതിന് നമസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? തീർത്ഥം കുടിക്കുകയും ഭഗവാന് നമ്മൾ എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും വെച്ച് നേദിച്ചിട്ടുണ്ടെങ്കിൽ ആ പഴവും കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് പോയി വ്രതം അവസാനിപ്പിക്കാം. അവിടെ നിന്ന് തീർത്ഥം മേടിച്ച് കുടിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മഹാശിവരാത്രി അല്ലെങ്കിൽ പ്രദോഷ വ്രതത്തിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. അപ്പം പ്രദോഷ വ്രതം നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് പകൽ മുഴുവൻ നമ്മൾ ആഹാരം കഴിക്കാതിരുന്ന് സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ അരിഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പ്രദോഷ വ്രതം എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആ സമയം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. അപ്പം സന്ധ്യ കഴിയുന്നിടം വരെ, അതായത് ഏകദേശം 9:58 മണി വരെ നമുക്ക് ത്രയോദശി തിഥിയാണ്. അപ്പം പ്രദോഷമാണ്. സന്ധ്യയ്ക്ക് നമുക്ക് ഭഗവാന്റെ
പ്രദോഷ സന്ധ്യാസമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. ഏത് രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാന്റെ നടരാജ രൂപത്തിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പിന്നീട് അതായത് ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് അങ്ങോട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ശിവക്ഷേത്ര ദർശനവുമൊക്കെ നടത്തി ഇരിക്കാം. സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ രാവിലെ ശിവക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും സന്ധ്യയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിരിക്കണം. കാരണം സന്ധ്യാപ്രാർത്ഥന വലിയ വലിയ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. കാരണം അന്ന് പ്രദോഷമാണ്. പ്രദോഷവും മഹാശിവരാത്രി, അതായത് ത്രയോദശിയും ചതുർദശിയും കൂടി ചേർന്ന് വരുന്ന അത്യധികമായ മംഗളകരമായ ദിവസമാണ് അന്നത്തെ ദിവസം. മംഗളകരമായ രാത്രി എന്നാണ്. ശിവരാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗളകരമായ രാത്രിയാണ്. അപ്പം ആ ത്രിസന്ധ്യാ സമയത്ത്, അതായത് പ്രദോഷ സമയത്തെ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണുള്ളത്. എല്ലാ സകല ദേവീദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന സമയമാണ് ശിവക്ഷേത്രത്തിൽ ആ സമയത്ത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അപ്പോൾ നമുക്ക് ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കാം? നമുക്ക് ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപവസിക്കാം. സന്ധ്യ വരെ ഉപവസിക്കാം, ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ. ഇനി അതല്ല, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. അത് ആലോചിക്കുക. ഒരു വ്രതം നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ വ്രതത്തിൻ്റെ പൂർണ്ണത വരെ നമ്മൾ എടുത്ത രീതിയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് തലവേദന എടുക്കും. ചായ കുടിച്ചാൽ അല്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളവർ ചായ കുടിക്കുക. പിന്നെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിച്ചിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കാം. ചായ കുടിക്കണം, നിർബന്ധമായും ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകുമെങ്കിൽ തീർച്ചയായിട്ടും ചായ കുടിക്കണം. കാരണം നമ്മൾ രാത്രിയിൽ ഉറക്കം അടച്ചിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ വ്രതക്രമത്തെ രൂപീകരിക്കുക. കാരണം ഉപവസിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഉപവാസം ഒരിക്കലും ശിവരാത്രിയിൽ പറയുന്നില്ല. ഒരു നേരം അരിഭക്ഷണം അതാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രദോഷവും കൂടെ ആയതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞിട്ട് അരിഭക്ഷണം കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം. പകൽ സമയം മുഴുവൻ നമുക്ക് മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങൾ, അതായത് ഏത്തപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചെറുപഴമോ പാലോ ഒക്കെ കഴിച്ചിട്ട് നമുക്കിരിക്കാം. കരിക്കും വെള്ളമൊക്കെ കുടിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ നമുക്കിരിക്കാം. പക്ഷേ ഭഗവാന് നമുക്ക് സന്ധ്യയ്ക്ക് കരിക്കും വെള്ളം നേരിച്ച് കുടിക്കുന്നതാണ് നല്ലത്. കാരണം ഭഗവാന് നമുക്ക് പ്രദോഷ സന്ധ്യയ്ക്ക് ഭഗവാൻ ഒരു കരിക്ക് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ കരിക്കും വെള്ളം നേരിച്ച് കുടിക്കാം. പകൽ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ശുദ്ധജലമൊക്കെ കുടിച്ചിരിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കുക. പക്ഷേ പകൽ സമയത്ത് കരിക്കും വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു നല്ലത് സന്ധ്യയ്ക്കാണ്. കാരണം ഭഗവാൻ ഒരു കരിക്ക് നേദിച്ചിട്ട് നമുക്കത് കുടിക്കുമ്പോൾ നമ്മുടെ ആ ക്ഷീണം മാറുമല്ലോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പകൽ സമയത്ത് പാലൊക്കെ കുടിക്കാം, ജലം കുടിക്കാം, പഴവർഗ്ഗങ്ങൾ കഴിക്കാം, അതൊക്കെ ചെയ്യാം. അരിഭക്ഷണം സന്ധ്യയ്ക്ക് ശേഷം മതി. കാരണം പ്രദോഷമാണ്. അപ്പോൾ പ്രദോഷ വ്രതത്തിൻ്റെ ഫലവും കൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ ഇരിക്കാം. അപ്പം നമ്മൾ അതിനുശേഷം പരമാവധി സമയം പകലെല്ലാം പ്രാർത്ഥിക്കുക, സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ, അത് മഹാക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നെങ്കിൽ അത് വളരെ വളരെ ഉത്തമമാണ്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമുണ്ട്. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവരാത്രി എന്ന് പറയുന്നത് വലിയ ഉത്സവമാണ്. നമ്മൾ ശരിക്കും ഭക്തിയുടെ ഒരു വലിയ തലം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. മനുഷ്യർ ഇങ്ങനെ ഭഗവാനെന്ന് മാത്രം വിചാരിച്ചിട്ട് 24 മണിക്കൂറും ശിവനാമങ്ങൾ മാത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഭക്തിയല്ലാതെ അവിടെ മറ്റൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഓരോ യാമങ്ങളിലും വലിയ പൂജകളൊക്കെ നടക്കും. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭഗവാനെ ജപിച്ചുകൊണ്ട് വലത്തിട്ട് എത്ര വലത്താണോ ഇടുന്നത് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോഴൊക്കെ അവരിങ്ങനെ വലത്തിട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ രാത്രി മുഴുവൻ വലത്തിട്ടുകൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ശിവനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആ സമയത്ത് അവിടെ വരുന്നതായിട്ട് കാണാം. അപ്പം വലിയ മഹാക്ഷേത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ പോകാൻ പറ്റുന്നവർ ആ ക്ഷേത്രങ്ങളൊക്കെ പോയിരുന്ന് രാത്രിയിൽ ഉറക്കം ഉളച്ച് പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ എന്ത് ചെയ്യുക? തീർത്ഥം കഴിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതായത് 9-ാം തീയതി. പക്ഷേ 9-ാം തീയതിയും ഒരു കാര്യമുണ്ട്. 9-ാം തീയതി പകൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. 9-ാം തീയതി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉറങ്ങാൻ പാടുള്ളൂ. അതായത് ഒരു രാത്രിയും 2 പകലും നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആഹാരത്തിലൊന്നും ഒരുപാട് നിഷ്ഠയൊന്നും വരുത്തണ്ട. നിഷ്ഠ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഉപവാസം പോലുള്ള കാര്യങ്ങൾ, കഠിനമായ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് അവശരായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട്, പക്ഷേ എന്നാൽ വ്രതനിഷ്ഠയിലുള്ള ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക്
വ്രതമെടുക്കാം. അതായത് പകൽ സമയം നമ്മൾ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക, പാല് കുടിക്കുക, ധാരാളം, ഇപ്പോൾ ചൂട് സമയമാണ്, ധാരാളം ജലം കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പ്രദോഷ സന്ധ്യ, അതായത് ശിവരാത്രി ദിവസത്തെ സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തി നമ്മളൊരു കരിക്ക് ഭഗവാന് നിവേദിച്ച്, പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന് നിവേദിച്ച് നമുക്ക് കഴിച്ച് നമ്മുടെ വ്രതത്തിൻ്റെ ആ ഒരു സന്ധ്യാസമയത്തെ, പ്രദോഷ സന്ധ്യാസമയത്തെ ആഹാരം നമുക്ക് കഴിക്കാം ഭഗവാന് നിവേദിച്ചതിന് ശേഷം. അങ്ങനെയാണ് സാധാരണ പ്രദോഷത്തിന് ചെയ്യുന്നത്. അതിനുശേഷം സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് അരിഭക്ഷണം കഴിക്കാം. അങ്ങനെയാണ് പ്രദോഷം. അപ്പോൾ ആ സമയത്ത് പ്രദോഷമായതുകൊണ്ട് നമുക്ക് ഒരു നേരത്തെ അരിഭക്ഷണം എന്നുള്ളത് സന്ധ്യയ്ക്ക് ശേഷമുള്ള ആഹാരം നമുക്ക് കഴിക്കാം. ഇനി വീട്ടിലിരുന്ന് കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഇരിക്കുക. സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ പച്ചരിയൊക്കെ പറ്റിച്ച് നമ്മൾ ഒരു ചമ്മന്തിയൊക്കെ അരച്ച് മോരുമൊക്കെ കൂട്ടി കഴിക്കുക. ഉള്ളി ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് കഴിക്കാം. അതിനുശേഷം രാത്രി മുഴുവൻ നമ്മൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം രാവിലെ വിളക്ക് കത്തിച്ച് തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. ക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. 9-ാം തീയതി പകൽ മുഴുവൻ ഉറങ്ങാതിരിക്കുക, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. 9-ാം തീയതി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാം. അപ്പോൾ 8-9 ദിവസങ്ങൾ നമ്മൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ 6-7 ദിവസങ്ങൾ, ആ ദിവസങ്ങൾ, അതായത് 4 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശുദ്ധാഹാരത്തിലിരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു നോട്ട് ബുക്ക്, നമ്മളെല്ലാവരും ഒരു നോട്ട് ബുക്ക് മേടിക്കണം. അല്ലെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പുതിയ നോട്ട് ബുക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ആ നോട്ട് ബുക്കിൻ്റെ നടുഭാഗത്ത് വെച്ച് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു സൈഡിൽ മാർജിൻ ഉണ്ടല്ലോ, അപ്പോൾ നടുഭാഗത്ത് ഡിവൈഡ് ചെയ്ത ഭാഗത്തും കൂടെ ഒരു മാർജിൻ പോലെ നമ്മൾ ഉണ്ടാക്കുക. അതിനുശേഷം 1, 2, 3 എന്ന് താഴോട്ട് നമ്മൾ 108 വരെ നമ്മൾ എഴുതുക. അതിനുശേഷം ഒരു വരി വിട്ടതിന് ശേഷം വീണ്ടും 1, 2, 3 108 തവണ എഴുതുക. അങ്ങനെ ആ ബുക്ക് മുഴുവൻ പരമാവധി നമ്മൾ ഇതേപോലെ എഴുതി വെക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട്, അതായത് രാത്രിയിൽ സന്ധ്യയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ല ക്ഷേത്രത്തിൽ പോയിരിക്കുന്നവർക്കാണെങ്കിൽ ഈ നോട്ട് ബുക്കും പേനയും കൊണ്ടുപോയി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പേരും നക്ഷത്രവും എഴുതുക. എന്നിട്ട് 1, 2, 3 നമ്മൾ 108 വരെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഓരോന്നിൻ്റെ നേരെ നമ്മൾ ഓം ഹ്രീം നമഃ ശിവായ എന്ന് എഴുതുക. എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് എഴുതണം. അത് നമ്മുടെ ആ പറയുന്ന മന്ത്രം നമ്മുടെ ചെവിയിലേക്ക് നമുക്ക് കേൾക്കാനായിട്ട് പറ്റണം. വീട്ടിലിരുന്ന് നമുക്ക് രാത്രി മുഴുവൻ എഴുതാം. അങ്ങനെ 108 തവണയായിട്ട് നമ്മൾ എഴുതുക. എഴുതി നിർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പെരുന്നാൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ബുക്ക് മുഴുവൻ എഴുതി തീർക്കാൻ പറ്റുന്നെങ്കിൽ വളരെ ഉത്തമമാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങില്ല. നമ്മൾ വീട്ടിലിരുന്നിട്ടായാലും ക്ഷേത്രത്തിൽ പോയിരുന്നിട്ടായാലും നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഉറങ്ങുകയില്ല. അത്രയും തവണ നമ്മൾ എഴുതുകയും ജപിക്കുകയും ചെയ്യും. കാരണം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നോട്ട് ബുക്കിൽ ഇങ്ങനെ ഇരുന്ന് ആളുകൾ എഴുതുന്നത് കാണാം. അതുപോലെ തന്നെ അവിടുന്ന് പേപ്പറും പേനയും കൊടുക്കും എഴുതാനായിട്ട്. എന്നിട്ട് ഒരു വലിയ ഭാഗമുണ്ട്, ഒരു ഭണ്ഡാരം പോലെ ഒരെണ്ണമുണ്ട്. അവിടെ ഇങ്ങനെ ആളുകൾ ഇത് എഴുതിയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അതിങ്ങനെ കുന്നുകൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉറങ്ങില്ല. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്നവർ രാത്രിയിൽ ഭഗവാൻ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നത് വരെ ഒരു കിടാവിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് എഴുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഇതുപോലെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങില്ല. വിളക്ക് കത്തിച്ച് വെച്ചാൽ വിളക്ക് കെടുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ ഉറങ്ങില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. രാത്രി നിങ്ങൾക്ക് വെള്ളമൊക്കെ കുടിക്കാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. സന്ധ്യയ്ക്ക് നമ്മൾ ചോറുണ്ടല്ലോ, പ്രദോഷ സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ടല്ലോ, അതിനൊന്നും പ്രശ്നമില്ല. വെള്ളമൊക്കെ കുടിക്കാം. പട്ടിണി ഇരിക്കരുത്. പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ നമ്മൾ ഇത്രയും ക്ഷീണമാവും, നമ്മൾ തളർന്നു പോകും. പിന്നെ നമുക്ക് വ്രതം എടുക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയമായി പോകും. അപ്പോൾ സന്തോഷത്തോടു കൂടി വേണം നമ്മളിതെല്ലാം ചെയ്യാനായിട്ട്. രാത്രി ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അമ്പലങ്ങളിൽ പോയിരിക്കാം. അമ്പലങ്ങളിൽ പോയിരിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം ഒന്നും കൂടെ നമ്മൾ ഉറങ്ങാതിരിക്കും. പക്ഷെ പോയിരിക്കുമ്പോൾ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ യാതൊരു കുറ്റവും പറയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും പറയാൻ വന്നാലും നിങ്ങളത് ശ്രദ്ധിക്കാൻ പോകരുത്. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, പുസ്തകങ്ങൾ, ഭഗവാന്റെ കഥകളുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യധികമായ സൗഭാഗ്യമായിരിക്കും ഭഗവാൻ തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് മഹാശിവരാത്രിയുടെ കഥ ഞാനിടാം. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. എന്തിനാണ് നമ്മൾ മഹാശിവരാത്രി ആചരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിജയ ഏകാദശിയുടെ കഥ കേട്ടിട്ടില്ലാത്തവരെല്ലാവരും പോയി ആ ഏകാദശിയുടെ കഥ കേൾക്കുക. ഭഗവത്ഗീതയുടെ ക്ലാസ് കഴിഞ്ഞ ദിവസത്തെ ഉണ്ട്, അത് കേൾക്കുക, അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഏകാദശിയും
പ്രദോഷവും അതുപോലെ തന്നെ നമ്മുടെ മഹാശിവരാത്രി വ്രതവും തീർച്ചയായിട്ടും 3 നിങ്ങൾ കൃത്യമായി എടുക്കണം. പലരും പലതും പറയും, അതൊന്നും നിങ്ങൾ കേൾക്കരുത്. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ചിലരൊക്കെ പറയും പ്രദോഷം എടുക്കുന്നവർ ഏകാദശി എടുക്കരുത്, മഹാശിവരാത്രി വ്രതം എടുക്കരുത്, ഭഗവാനെ വിളിക്കുന്നവർ മഹാദേവനെ വിളിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. രണ്ടും കൂടി ഒന്നിച്ചെടുക്കരുത്, മഹാദോഷമാണ്. കാരണം ഏകാദശി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പ്രദോഷം വരുന്നത്. ദോഷമാണെങ്കിൽ ഇത് അടുത്തടുത്ത് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കാണ് പരസ്പരം ശത്രുതയുള്ളത്, ഭഗവാന്മാർക്ക് തമ്മിൽ യാതൊരു ശത്രുതയുമില്ല. വാസുകി കാളകൂട വിഷം ഛർദ്ദിച്ചപ്പോൾ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവും ദേവന്മാരും കൂടെ ഓടിച്ചെന്നത് എങ്ങോട്ടാണ്? ഭഗവാൻ മഹാദേവൻ്റെ അടുത്തേക്കാണ് അല്ലേ? അതുപോലെ തന്നെ അസുരന്മാരുടെ ശല്യം കൂടി വരുന്ന സമയത്ത്, ഭണ്ഡാസുരനെ വധിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഓടി പാർവതി ദേവിയുടെ അടുത്തേക്ക് ആണ് ചെല്ലുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ലളിതാദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ലളിതാദേവി തന്നെയാണ് പാർവതി ദേവി ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഇവർക്കാർക്കും തമ്മിൽ ശത്രുതയൊന്നുമില്ല. മനുഷ്യരാണ് അനാവശ്യമായ ശത്രുതകൾ ഉണ്ടാക്കി വെച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അന്ധവിശ്വാസത്തിൽ ചെന്ന് പോകരുത്. വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആരെ വിളിച്ചാലും അവസാനം എല്ലാം ചെന്നു ചേരുന്നത് ആ പരമമായ സത്യത്തിലേക്കാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെ നമ്മൾ കൊണ്ടുപോവുക. എല്ലാ ദൈവങ്ങളെയും നമ്മൾ വിളിക്കുക, പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഏകാദശിയും എടുക്കുക, പ്രദോഷവും എടുക്കുക, മഹാശിവരാത്രി വ്രതവും എടുക്കുക. നമ്മുടെ ആരോഗ്യം നോക്കിക്കൊണ്ട് അതനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഈശ്വരനാണ് നമുക്ക് തരുന്നത്. നമ്മൾ പരമാവധി സമയം പ്രാർത്ഥിക്കുക. അതുപോലെ പ്രദോഷവ്രതത്തിൻ്റെ കഥയും പിന്നെ നമ്മുടെ പാരണാസമയവും ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. എല്ലാവരും അത് കേട്ട് അതനുസരിച്ചിട്ട് പാരണ വീടുകയും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിന്നെ സുഖമില്ലാത്തവർ രാത്രി ഉറക്കം ഉളയ്ക്കാനൊന്നും പോകണ്ട. പറ്റുന്നിടത്തോളം സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വ്രതനിഷ്ഠയിൽ ഇരിക്കുകയും ചെയ്യുക. ഉറക്കം വളയ്ക്കേണ്ട. അസുഖമുള്ളവരും മരുന്ന് കഴിക്കുന്നവരും ഗർഭിണികൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പാല് കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരൊന്നും എന്ത് ചെയ്യരുത്? രാത്രിയിൽ ഉറക്കം വളച്ച് ആവശ്യമില്ലാത്ത അസുഖങ്ങളിലേക്ക് വരുത്തരുത്. പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന അത്രയും സമയവും പ്രാർത്ഥിക്കുക. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. വ്രതത്തിലുള്ള ആഹാരക്രമങ്ങൾ കഴിച്ച് ഇരിക്കുക. ദൈവത്തെ വിളിക്കുക. അത് മാത്രമാണ് ചെയ്യേണ്ടത്. അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.